ഈ കേന്ദ്രത്തിൽ ഭരണം നിലനിർത്തണമെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ച് ബീഹാർ ജയിച്ചേ പറ്റൂ, ഏത് വിധേനയും ജയിച്ചേ പറ്റൂ. അവിടെ തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം നിതീഷ് കുമാർ ചാഞ്ചാടും. അങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിനുള്ള ആരോഗ്യം ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഇല്ല, അതിനുള്ള നമ്പറില്ല അവർക്ക്. അങ്ങനെ ഒരു മൈനോറിറ്റി സർക്കാരാണ്. അങ്ങനെ ഇരിക്കെ ഏത് വിധേനയും വിജയിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ലൈനാണ്. അത് ബീഹാർ പിടിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. അതെ, ഏത് വിധേനയും ജയിക്കുന്നത് നിതീഷിന് വേണ്ടി കൂടെ ആണ്. അത് ബീഹാർ ബി ജെ പിക്ക് ജയിക്കുക എന്നുള്ളൊരു വാദമല്ല ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള നിതീഷ് കുമാർ ജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ്. ഒരുപക്ഷെ നിതീഷ് കുമാർ പരാജയപ്പെടുന്ന ഒരു നിതീഷ് കുമാർ വലിയ അപകടകാരിയാകാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിതീഷിനെ ജയിപ്പിക്കുകയും ഒരുപക്ഷെ നിതീഷിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുകയും പറ്റുന്ന, എനിക്ക് തോന്നുന്നില്ല നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റിക്കൊണ്ടൊരു പരീക്ഷണത്തിന് ബി ജെ പി തയ്യാറാകും. കാരണം അതിനകത്ത് അപകടങ്ങൾ, വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ NDA അലയൻസിന്റെ വിജയം തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു NDAയുടെ വിജയം ഉണ്ടായെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ അവർക്ക് അസ്വസ്ഥതയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. കാരണം ഇപ്പം ന്യൂനപക്ഷ സർക്കാർ ആയിരിക്കുമ്പോൾ തന്നെ അവരുടെ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഇച്ചിരി ക്വയറ്റാണ് രണ്ടാം NDA സർക്കാരുമായി ചേർന്ന് നമ്മൾ നോക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ അജണ്ട, അവരുടെ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിനകത്ത് വലിയ കുറവൊന്നുമില്ല. ഇതിനകത്തൊക്കെ തന്നെ വലിയ ബി ജെ പി പോലല്ലേ JDUവിന് മുസ്ലിം വോട്ടുകൾ ഉള്ളതാണ് പണ്ട് മുതലുള്ള ഈ പറഞ്ഞ യാദവ പാർട്ടികൾക്ക്. RJD ആയാലും JDU ആയാലും JDUവിന് പോലും മുസ്ലിം വോട്ടുകൾ ഉള്ളതാണ്. അപ്പൊ മുസ്ലിം വോട്ടുകൾ അവർ വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ബീഹാറിൽ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും കേന്ദ്രത്തിൽ ബി ജെ പി നടത്തുന്ന മുസ്ലിം വിരുദ്ധതയ്ക്കോ ഹിന്ദുത്വ അജണ്ടയ്ക്കോ ഒക്കെ തന്നെ JDU സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. JDU ആയാലും ആന്ധ്രയിൽ നിന്നുള്ള തെലുങ്ക് ദേശം ആയാലും. അപ്പം അത് അവരുടെ രാഷ്ട്രീയ കമ്പൽഷൻസ് ഒക്കെ ആയിരിക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഇവരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് NDA അലയൻസിന്റെ വിജയം അവിടെ വളരെ വളരെ പ്രസക്തമാണ്. ഈ ഒരു പ്രസക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേയനെയും ജയിക്കാൻ അവർ ശ്രമിക്കും എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് മറ്റെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വലിയ സൗജന്യങ്ങളാണ് 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് തുടങ്ങി ഒട്ടനവധി സൗജന്യങ്ങൾ ഇലക്ഷന് മുന്നേ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ ഇത് വേറെ രീതിയിൽ പ്രൈമറി തന്നെയാണ്. കാരണം ആൾക്കാർക്ക് പൈസ കൊടുത്തോട്ട് മേടിക്കുന്ന വ്യവസ്ഥാപിതമായ മാർഗമാണ്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ ഇവര് മാറുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് NDA സഖ്യത്തിന്റെ വിജയം അവരെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ അവരെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും BJP സഹായിച്ചിട്ടുണ്ട് ഉള്ളൊരു വാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ സഹായവും ഇവിടെ വലിയ രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടെങ്കിൽ, ആ പറഞ്ഞതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ, ആ യാഥാർത്ഥ്യം ഇവിടെയും ഏതെങ്കിലും രീതിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിലൊക്കെ തന്നെ പ്രതിഫലിക്കാനുള്ള 10.5 കൊല്ലത്തെ